അനിരുദ്ധ് രവിചന്ദർ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സെലിബ്രിറ്റികളിൽ ഒരാളാണ്. തൻ്റെ 21-ാം വയസ്സിൽ തമിഴ് സിനിമയിൽ 3 എന്ന തമിഴ് ചിത്രത്തിലെ വൈദിസ് കൊലവറി എന്ന പാട്ടിലൂടെ തൻ്റെ സിനിമാ കരിയർ തുടങ്ങിയ അനിരുദ്ധ് ഇന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലെ ഏറ്റവും തിരക്കുള്ള സംഗീത സംവിധായകരിൽ ഒരാളാണ്. എന്നാൽ പ്രശസ്ത മ്യൂസീഷ്യൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ബിസിനസ്സുകാരിയായ കാവ്യ മാരനുമായുള്ള വിവാഹ വാർത്തകളിലൂടെയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അനിരുദ്ധ് രവിചന്ദർ വിവാഹിതനാകാൻ ഒരുങ്ങുകയാണ്. പ്രശസ്ത ബിസിനസ് വുമണും സൺ TV നെറ്റ്വർക്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സൺറൈസേഴ്സ് ഹൈദരാബാദ് IPL ടീം ഉടമയുമായ കാവ്യ മാരനാണ് പ്രശസ്ത സംഗീത സംവിധായകന്റെ വധു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റൂമറുകൾ റെഡിറ്റ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ബിസിനസ് മാഗ്നറ്റും സൺ ഗ്രൂപ്പ് ചെയർമാനുമായ കലാനിധി മാരൻ്റെയും കാവേരി മാരൻ്റെയും മകളാണ് കാവ്യ. ഇതിനു മുൻപ് പലതവണ അനിരുദ്ധ് രവിചന്ദറും കാവ്യ മാരനും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രശസ്ത സംഗീത സംവിധായകനും ബിസിനസ്സുകാരിയും ഒരിക്കൽ പോലും ഈ വാർത്തകളോട് നേരിട്ട് പ്രതികരിച്ചിട്ടുമില്ല. പിന്നീട് അനിരുദ്ധിൻ്റെ ടീം ഈ വാർത്തകൾ നിഷേധിച്ച് മുന്നോട്ട് വന്നുവെങ്കിലും ഇരുവരെയും ഒന്നിച്ച് പലയിടത്തും ആരാധകർ കണ്ടതോടെ ആ അവകാശവാദവും ഇല്ലാതാവുകയായിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അനിരുദ്ധിൻ്റെയും കാവ്യ മാരൻ്റെയും വിവാഹ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന. കാവ്യ മാരൻ്റെ പിതാവും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളിൽ ഒരാളുമായ കലാനിധി മാരൻ്റെ ഉടമസ്ഥതയിലുള്ള സൺ പിക്ചേഴ്സുമായി അടുത്ത ബന്ധമാണ് അനിരുദ്ധ് രവിചന്ദറിന് ഉള്ളത്. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ബാനറുകളിൽ ഒന്നായ സൺ പിക്ചേഴ്സ് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമായിരുന്നു സൗത്ത് ഇന്ത്യയുടെ റോക്ക് സ്റ്റാർ എന്നറിയപ്പെടുന്ന മ്യൂസിഷ്യൻ. ജയിലർ എന്ന ചിത്രത്തിൻ്റെ വൻ വിജയത്തെ തുടർന്ന് കലാനിധി മാരൻ അനിരുദ്ധിന് ആഡംബര കാർ സമ്മാനിച്ചത് വലിയ വാർത്തയായിരുന്നു. 2019 ഇറങ്ങിയ രജനീകാന്ത് ചിത്രം പേട്ടയാണ് അനിരുദ്ധ് രവിചന്ദർ സൺ പിക്ചേഴ്സിനൊപ്പം കൈകോർത്ത ആദ്യ പ്രോജക്റ്റ്. കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ പടത്തിനായി അനിരുദ്ധ് ഒരുക്കിയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ബീസ്റ്റ്, തിരുച്ചിട്ടമ്പലം, ജയിലർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടിയും കലാനിധി മാരൻ്റെ പ്രൊഡക്ഷൻ ബാനറുമായി അനിരുദ്ധ് ഒന്നിക്കുകയായിരുന്നു. ഈ ചിത്രങ്ങളുടെ എല്ലാ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സംഗീത പ്രേമികൾ വലിയ രീതിയിൽ സ്വീകരിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതിനു പുറമെ സൺ പിക്ചേഴ്സിൻ്റെ വരാനിരിക്കുന്ന കൂലി, ജയിലർ 2 എന്നീ 2 പ്രോജക്റ്റുകൾക്കും സംഗീതം ഒരുക്കുന്നത് അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ്. തൻ്റെ അടുത്ത ബന്ധു കൂടിയായ തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്തുമായി അനിരുദ്ധ് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ 2 ചിത്രങ്ങൾക്കുമുണ്ട്. രജനീകാന്തിൻ്റെ ഭാര്യയായ ലതാ രജനീകാന്തിൻ്റെ അനിയത്തിയുടെ മകനാണ് അനിരുദ്ധ്. പ്രശസ്ത സംഗീത സംവിധായകൻ്റെ ആദ്യ പ്രോജക്റ്റായ 3 സംവിധാനം ചെയ്തത് സൂപ്പർ സ്റ്റാറിൻ്റെ മൂത്ത മകളും അനിരുദ്ധിൻ്റെ സഹോദരിയുമായ ഐശ്വര്യ രജനീകാന്താണ്.